1910 ഒരു സംഭവം ഉണ്ടായി. 48 മണിക്കൂർ കഴിഞ്ഞാൽ സൈറൺ മുഴങ്ങും, ബ്രിട്ടനെ തീർക്കും. യഹോവയെ മറക്കുന്നവരെ, ദൈവത്തെ മറക്കുന്നവരെ ഇത് ഓർത്തുകൊള്ളുവീൻ, നിന്നെ വിടുവിപ്പാൻ ആരുമുണ്ടാകിയ. ലോകരാജ്യങ്ങളിൽ അവർ ചിതറിപ്പോയി. അബ്രഹാമിനോട് ദൈവം പാല് തേനുപെടുക്കുന്ന കനാൻ ദേശം കൊടുക്കുന്ന 2 കാര്യം കൊണ്ട് ഇന്ന് രാത്രി അവസാനിപ്പിക്കും. ബാക്കി നാളെ. പ്രിയപ്പെട്ടവരെ, ആസ്പദമായൊരു സംഭവം ഉണ്ടായി. ഇതെല്ലാം ചെറുപ്പക്കാർ കേൾക്കണം. ഇവൻ എങ്ങനെ മടങ്ങി വരുന്നു? 1867, ഇതാ ബൈബിളും ചരിത്രവും. 1867 ഫ്രാൻസിൽ പട്ടാളക്കാരൊരു വലിയ പരേഡ് നടക്കുക. എല്ലാവരും കേൾക്കണം. ചില നിമിഷങ്ങൾ 1867 പട്ടാളക്കാർ ഒരു വലിയ പരേഡ് നടക്കുക. അതിൻ്റെ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്യാൻ നമ്മുടെ ഇവിടെ ടി വിക്കാരോ അല്ലെങ്കിൽ മീഡിയക്കാർ റിപ്പോർട്ട് ചെയ്യുന്ന പോലെ റിപ്പോർട്ട് ചെയ്ത ഒരു ചെറുപ്പക്കാരൻ പോയി. അവൻ്റെ പേര് തിയോഡർ ഹെർസൺ. അവൻ 2ാമത്തെ നിലയിൽ തരുന്ന ഈ പട്ടാളക്കാരുടെ മാർച്ച് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ എഴുതി വെക്കുക. 3-ാം ദിവസം മാർച്ച് നടന്നപ്പോൾ രാവിലെ മിലിറ്ററിയിലെ കമാൻഡർമാർ ഇങ്ങോട്ട് നടന്നു പോകുമ്പോൾ അതിൻ്റെ പുറയിൽ നിന്ന് ഒരു ക്യാപ്റ്റനെ, ഒരു പട്ടാളക്കാരനെ പിടിച്ച് ഫ്രാൻസുകാർ അടിച്ചു കൊല്ലുന്നു. ഫ്രണ്ടിൽ പോകുന്ന ആരും വേണ്ടിയില്ല. ഇവൻ ഓടി അവിടെ ചെന്നു. ഓടിച്ചെന്ന് അവരോട് ചോദിച്ചു, ഇദ്ദേഹം ഒരു ക്യാപ്റ്റനല്ലേ, എന്തിനാ അടിച്ചു കൊല്ലുന്നത്? അപ്പോൾ പറഞ്ഞു, അവൻ യഹൂദനാ, യേശുവിനെ ക്രൂശിച്ചവനാ, അതുകൊണ്ട് അവനെ അടിച്ചു കൊല്ലുന്നു. ഈ തിയോഡർ ഹെർസൺ ഒരു യഹൂദനായിരുന്നു. ബാക്കി നിങ്ങൾ കേൾക്കണം. അവൻ ഇങ്ങോട്ട് വന്നു. എൻ്റെ ജനം ദാ പച്ചയ്ക്ക് റോഡിൽ അടികൊണ്ട് കുത്തേറ്റ് മരിക്കുന്നു. അവനവൻ്റെ പേപ്പറെല്ലാം വലിച്ചു കയറി അവൻ 30 വർഷം തിയോഡർ ഹെർസൺ പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ ജനം മടങ്ങി വരണം. ലോകത്തിൻ്റെ എല്ലാ വൻകരകൾ ചിതറി. 1897 ഒരു കമ്മിറ്റി കൂടി, ഒരു കൂട്ടം യഹൂദന്മാർ ഒരുമിച്ചു. അതിൻ്റെ പേരാ സിയോണിസ്റ്റ് മൂവ്മെൻറ്റ്. ബാക്കി ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ നേതാവായി ഒരുവനെ തിരഞ്ഞെടുത്തു. അദ്ദേഹത്തിൻ്റെ പേരാണ് ശാസ്ത്രജ്ഞനായ G.M. വൈസ്മാൻ. അന്നൊരു ബുക്ക് അവരുണ്ടാക്കി. എല്ലാവരും ഇത് കേൾക്കണം. 14 പേജുള്ള ഒരു ബുക്ക്. അതിനകത്തൊരു കാര്യം പറഞ്ഞു, യേശുവിൻ്റെ രക്തത്തിന് വേണ്ടി നമ്മൾ വാദിച്ചപ്പോൾ നമ്മുടെ തലമുറകളെ ലോകം മുഴുവൻ ചിതറിച്ചു. ഇന്ന് നമുക്കൊരു വീടില്ല, ഒരു സ്ഥലമില്ല. അന്നിപ്പോൾ ഇവരിറങ്ങിപ്പോയപ്പോൾ ആരയിലായി ഭരണം? റോമാക്കാർ മാറി. തുർക്കിയിൽ ഓട്ടോമൻ സാമ്രാജ്യമാണ് അന്ന് പലസ്തീൻ പ്രൊവിൻസ് ഭരിക്കുന്നത്. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം. ഈ 1897 14 പേജുള്ള ബുക്കിലെറ്റ് ലോകരാജ്യങ്ങളിലെത്തി. സ്വതന്ത്രം. അന്ന് പ്ലെയിനുമില്ല, ട്രെയിനുമില്ല, ഏതൊക്കെയോ കപ്പലിൽ കൂടി. പ്ലെയിൻ വന്നത് 1903. സകല സ്ഥലങ്ങളിലും യഹൂദൻ്റെ വീട്ടുകളിൽ പ്രാർത്ഥന തുടങ്ങി. 1-2 കൊല്ലമല്ല, 13 വർഷം അവർ നിലവിളിച്ചപ്പോൾ അവരുടെ മടങ്ങി വരവിൻ്റെ 1ാമത്തെ ചാൽ തുടങ്ങി. ഇവിടെ നിങ്ങൾ കേൾക്കണം. 1910 ഒരു സംഭവമുണ്ടായി. ലൈവ് കാണുന്നവർ, ലോകരാഷ്ട്രങ്ങളെ പറ്റി അറിയുന്നവർ. 1910 ഓസ്ട്രേലിയ രാജകുമാരൻ്റെ പേരാ ഫെർഡിനാൻഡ്, രാജ്ഞിയുടെ പേരാ സോഫിയ രാജകുമാരി. ഇവർ 2 പേരും എവിടെ പോകുന്നതെന്നറിയാമോ? അവരൊരു എക്സിബിഷന് വേണ്ടി പോകുന്നത് സെർബിയ. പറഞ്ഞു തരാം. നമ്മുടെ കളിക്കാവള കഴിഞ്ഞ് മാർത്താണ്ടത്ത് ഒരു എക്സിബിഷൻ നടക്കുന്ന പോലെ 2 രാജ്യങ്ങളായിരുന്നു, സെർബിയയും ഓസ്ട്രിയയും. ഓസ്ട്രിയയിലെ രാജകുമാരൻ ഫെർഡിനാൻഡ് ഭാര്യ സോഫിയുമായി നല്ലൊരു വാഹനത്തിനകത്ത് അടുത്ത സ്റ്റേറ്റിൽ എക്സിബിഷന് പോയതാണ്. അവർ ബോർഡർ എത്തുമ്പോൾ അവരുടെ വണ്ടിയുടെ നേരെ ഒരു കല്ല് വന്ന് വീണു. ഇതാ യഹൂദൻ്റെ മടങ്ങി വരവ്. കല്ല് വന്ന് വീണപ്പോൾ അംഗരക്ഷകൻ ഫ്രണ്ടിലിരുന്നു. അംഗരക്ഷകന് മുറിവേറ്റു. സെർബിയയിലെ ആശുപത്രിയിൽ കൊണ്ടുപോയി. അംഗരക്ഷകനെ ട്രീറ്റ്മെൻറ്റ് നടത്തുമ്പോൾ രാജ്ഞിയും രാജകുമാരനും അവിടെ നിൽക്കുമ്പോൾ ഫെർഡിനൻഡ് രാജാവിൻ്റെ നേർക്ക് ഒരുവൻ വന്നൊരു കുന്തം കൊണ്ടൊരു കുത്തു കൊടുത്തു. അവിടെ വെച്ച് അവൻ മരിച്ചു. അതാ 1-ാം ലോകമഹായുദ്ധം. ദൈവത്തിൻ്റെ വഴികൾ മനസ്സിലാക്കണം. രാജകുമാരൻ മരിച്ചപ്പോൾ ലോകം 2 ചേരിയിലായി. ഓസ്ട്രിയയുടെ പക്ഷത്താര ഗ്രേറ്റ് ബ്രിട്ടൻ, അത് കഴിഞ്ഞ് സെർബിയയുടെ പക്ഷത്ത് ജർമ്മനി. അന്ന് 1914 മുതൽ 19 വരെ 1-ാം ലോകമഹായുദ്ധം. ഇനിയുള്ള കാര്യം മനസ്സിലാക്കണം. ലോകത്തിലെ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ബ്രിട്ടൻ. നമുക്ക് തന്നെ സ്വാതന്ത്ര്യം 47 ഈ സമയത്തൊരു സംഭവം നടന്നു. 2 ചേരിയിൽ. ഒന്ന് ഓസ്ട്രിയയുടെ ചേരിയിൽ ബ്രിട്ടൻ, ജർമ്മനിയുടെ ചേരിയിൽ സെർബിയ. അന്നൊരു സംഭവം നടന്നു. ഈ ജർമ്മനിയുടെ യുദ്ധക്കപ്പലുകൾ, എല്ലാവരും ഇത് കേൾക്കണം, യഹൂദൻ്റെ മടങ്ങി വരവ്. ഈ ജർമ്മനിയുടെ യുദ്ധക്കപ്പലുകൾ ബ്രിട്ടൻ്റെ ആ പട്ടണം മുഴുവൻ ഇങ്ങനെ നിരന്നു കഴിഞ്ഞു വെള്ളത്തിനകത്ത്. ബ്രിട്ടൻ ഒരു രക്ഷയില്ല രക്ഷപ്പെടുവാൻ. അന്ന് അവരൊരു കാര്യം തീരുമാനിച്ചു, എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ ഇരിക്കുമ്പോൾ ബ്രിട്ടൻ്റെ പ്രസിഡന്റിൻ്റെ പേരാ ഡേവിഡ് ലോയൻ ചോർ, അവിടുത്തെ ഗവർണറുടെ പേരാ ആർതർ ബാൽഫോർഡ്, അവിടുത്തെ ഈ ബ്രിട്ടൻ്റെ കമാൻഡർ പേരാ ഡേവിഡ് അലൻബി. അവർ പറഞ്ഞു, യഹൂദൻ വിചാരിച്ചാൽ ഇതിന് രക്ഷ കിട്ടും. അങ്ങനെ ഇരുന്നപ്പോൾ ബ്രിട്ടൻ്റെ സർവകലാശാലയുണ്ട്, മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റി. അവിടെ യഹൂദനായ G.M. വൈസ്മാൻ ഈ ഗ്രനേഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ ഈ പോലീസുകാർ പുക പോലെ എറിയുന്ന സാധനം. പക്ഷേ ഇത് കൊണ്ടുപോകാനുള്ള വഴി
ഇദ്ദേഹത്തിന് അറിയത്തില്ല. ഒരു സുപ്രഭാതത്തിൽ കപ്പൽ പട കടക്കുക. 48 മണിക്കൂർ കഴിഞ്ഞാൽ സൈറൺ മുഴങ്ങും, ബ്രിട്ടനെ തീർക്കും. 2 ദിവസം മുമ്പേ ഡേവിഡ് ലോയൻ ജോർജും അലൻബിയും ആർതർ ബാൽബോർഡും ഈ സിയോൺ സംഘത്തിൻ്റെ നേതാവ് ചിയാം വൈസ്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രിട്ടൻ തകരാൻ പോവാ, നീ ഒരു യഹൂദനാ, നീ വിചാരിച്ചെങ്കിൽ ഇനി രക്ഷയുള്ളൂ, ഞങ്ങൾ പ്രതിഫലം തരാം. ആ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി. അദ്ദേഹം നേരെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിൽ വന്നു. അദ്ദേഹത്തിൻ്റെ പരീക്ഷണശാല തുറന്നു. എല്ലാവരും ഇത് കേൾക്കണം. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്ത് ബൈബിൾ എടുത്തു. എങ്ങനെയെങ്കിലും ഒരു യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുവാൻ അവൻ്റെ പഴയ നിയമമുള്ള തോറയുടെ ചുരുളുകൾ അവൻ വായിക്കാൻ തുടങ്ങി. പരിശുദ്ധാത്മാവ് അവൻ്റെ കണ്ണ് വിശുദ്ധ തിരുവചനത്തിലേക്ക് കൊണ്ടുവന്നു. ഇതാ ഒന്നാം ലോകമഹായുദ്ധത്തിൻ്റെ ജയം. ഇന്നേക്ക് 3000 കൊല്ലങ്ങൾക്ക് മുമ്പ് ഊസ് ദേശത്ത് സുന്ദരനായ ഒരു പുരുഷനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരായിരുന്നു ഇയ്യോബ്. മനസ്സിലാകുന്നവർക്കായി ആടുമാടുകൾ 10 മക്കൾ പോയി. ഇനിയുള്ള കാര്യം നിങ്ങൾ കേൾക്കണം. എന്താ സംഭവിച്ചത്? സ്വന്തം ഭാര്യ ഇയ്യോബിനെ എന്തോ ചെയ്തു? സ്വോത്രം കളിയിലിനകത്ത് കൊണ്ടിട്ട കട്ടൻ ചായയും ബിസ്ക്കറ്റും കൊടുത്തത്. ഇയ്യോബിൻ്റെ സൗണ്ട് സിസ്റ്റവും പരശോകത്തിൻ്റെ ട്രാക്ടറും എല്ലാം വിറ്റ് കാശാക്കി ഈ അമ്മാമ്മ. സ്വോത്രം ഞങ്ങളുടെ അമ്മാമ്മ കാര്യക്കാലം കഷ്ടമായിരുന്നു. സ്വോത്രം ഇയ്യോബിൻ്റെ കൂട്ടുകാർ എലീബസിനും ബിന്ദാദിനും എല്ലാം കൂടെ വീട്ടിനകത്ത് കാരക്കോണത്ത് നിന്ന് മേടിക്കുന്ന ചിക്കനും ഗ്രില്ലും എല്ലാം കൊടുത്തുകൊണ്ടിരുന്നു. പാവപ്പെട്ട ഇയ്യോബിനെ കൊണ്ട് എവിടാക്കി? സ്വോത്രം കളിയിലാക്കി. ഇയ്യോബ് ഇപ്പോൾ വോട്ട് കഷ്ണം എടുത്ത് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക. എന്നാലും അനുഗ്രഹത്തിന് അധിപതിയെ പാടുക. അമ്മാമ്മ പറഞ്ഞു, ഇത്രയും ശരീരത്തിൽ വോട്ട് കഷ്ണം പരുക്കൾ വന്നിട്ടും സ്വോത്രം ഇതുവരെയും ഈ കർത്താവിനെ തള്ളി പറയത്തില്ലേ? ഇയ്യോബ് പറഞ്ഞൊരു കാര്യമുണ്ട് അച്ചായ അമ്മാമ്മേ, അവൻ എന്നെ കൊന്നാലും അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. കരമുയർത്തുന്നവർക്കായി ശരീരത്തിനകത്ത് ഓട്ട് കഷ്ണം കൊണ്ട് ചൊറിയുമ്പോൾ ഭക്തന്റെ പ്രത്യാശ കാണുന്നത് താൽക്കാലികം, കാണാത്തൊരു നിത്യ വീട് എനിക്ക് വേണ്ടി ഉണ്ട്. സ്വോത്രം. അവസാനം ഇയ്യോബ് പറഞ്ഞ എന്താ അമ്മാമ്മേ? ഇയ്യോബ് 19:25 എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമയിൽ നിൽക്കും. കരമുയർത്തുന്നവർക്കായി ബൈബിളിനകത്ത് 100 കണ്ടുപിടുത്തങ്ങൾ ഇയ്യോബ്. അതിനകത്തൊരു വാക്യം അന്ന് രാത്രി ആരാ ചിയാം വൈസ്മാൻ വായിച്ചു. ബൈബിളുള്ളവരെടുത്താട്ട് ഒന്നാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടനെ ജയിപ്പിച്ചത് ദൈവത്തിന്റെ കരം. വായിക്കാം. ഇയ്യോബ് 38, 22, 21 ഒരു വാക്യം കൂടെ കഴിയുമ്പോൾ അവസാനിക്കും. ബാക്കി നാളെ വായിച്ചിട്ട് മോളെ ഇയ്യോബ് 38, 22, 21 വായിക്കാം. നീ ഹിമത്തിന്റെ ഭണ്ഡാരം കണ്ടിട്ടുണ്ടോ? അടുത്തത് കന്മഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? കൽമഴയുടെ ഭണ്ഡാരം നീ കണ്ടിട്ടുണ്ടോ? ഞാൻ അവയെ കഷ്ടകാലത്തേക്കും, ഞാൻ അതിനെ കഷ്ടകാലത്തേക്കും പോരും പടയുമുള്ള നാളിലേക്ക് സംഗ്രഹിച്ചു വച്ചിരിക്കുന്നു. ഇവിടെ എല്ലാവരും കേൾക്കണം. ഇതാ പ്രസംഗത്തിന്റെ കാതലായ ഭാഗം. 1.5 മണിക്കൂർ യമന്റെ ഉള്ളു കത്തിക്കും. ഹിമത്തിന്റെ ഭണ്ഡാരം. ചെറുപ്പക്കാര സഹോദരി എന്താണെന്നറിയോ? ഐസ് കട്ട. ഐസ് കട്ടയിലേക്ക് ദൈവം എന്നെ ചിന്ത കൊണ്ടുവന്നു. ഹിമത്തിന്റെ ഭണ്ഡാരം. അവൻ മിനിറ്റ് കൊണ്ട് കാര്യം ചെയ്തു. 24 മണിക്കൂർ കൊണ്ട്. എല്ലാവരും കേൾക്കണം. ബ്രിട്ടൻ ഐസ് ഫാക്ടറികളിനകത്ത് അനവധി ഐസ് ക്യൂബ് ഉണ്ടാക്കാൻ ചെയ്തു. എന്നിട്ട് എന്തോ ചെയ്തു? പ്ലാസ്റ്റിക് കവറിനകത്ത് ഈ ഗ്രനേഡ് എന്തോ ചെയ്തു? ഐസ് കട്ടയ്ക്കകത്ത് അങ്ങ് പൊതിഞ്ഞു. പ്ലാസ്റ്റിക്കിനകത്ത് ഗ്രനേഡ് അങ്ങ് പൊതിഞ്ഞു. എന്നിട്ട് കെട്ടി ഐസ് കട്ട കൂട്ടി കെട്ടി കടലിൽ കൂടെ ഒഴുക്കി വിട്ടു. എന്താ സംഭവിച്ചതെന്നറിയാമോ? ഇവൻ ചിയാം വൈസ്മാൻ എന്തോ ഇതെന്നറിയാമോ? മാഞ്ചസ്റ്റർ സർവകലാശാലയിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ റിമോട്ട് കാറിനെ ഓടിക്കുന്നത് പോലെ ഈ ഐസ് ക്യൂബ് പ്ലാസ്റ്റിക്കിനകത്ത് അവിടെ ചെന്നപ്പോൾ ഇവൻ റിമോട്ട് വെച്ച് കപ്പലിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ആരും അറിഞ്ഞില്ല സമുദ്രത്തിൽ കൂടെ ഒഴുകിയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവൻ റിമോട്ട് വെച്ച് ഞെക്കി കൊടുത്തു. എന്താ ചെയ്തത്? ദീപാവലിക്ക് പടക്കം പൊട്ടുന്നത് പോലെ ജർമ്മനിയുടെ കപ്പൽ പടം മുഴുവൻ അവിടെ തകർന്നു വീണു. ജർമ്മനി കൊടി താഴ്ത്തി. ആര് യുദ്ധം ജയിച്ചു? ബ്രിട്ടൻ ജയിച്ചു. മനസ്സിലാകുന്നവർക്കായി ഒന്നാമത്തെ ലോക മഹായുദ്ധത്തിൽ ഇറങ്ങി വന്നത് ദൈവത്തിന്റെ കരം. കരമുയർത്തുന്നവർക്കായി ഇന്ന് രാത്രി ഇത് ചെറിയ സംഭവമല്ല. ഇന്ന് രാത്രി ഇത് വായിക്കുന്നവൻ ഭാഗ്യവാ, ഇത് വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാ. സമയം അടുത്തുപോയി. ആ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ഹല്ലേലൂയ ചിയാം വൈസ്മാനെ കൊണ്ട് ജർമ്മനിയുടെ കപ്പൽ പടയെ തകർത്തു. ജർമ്മനി കൊടി താഴ്ത്തിയപ്പോൾ ബ്രിട്ടന്റെ പ്രസിഡന്റ് ഡേവിഡ് ലോയൻ ജോർജ്, കേട്ടോ ചെറുപ്പക്കാർ എഴുതിക്കോ, ഗവർണർ ആർതർ ബാൽബോർഡ്, ഡേവിഡ് അലൻബി ഇദ്ദേഹത്തെ വിളിച്ചു കൊട്ടാരത്തിലേക്ക്. യഹൂദനായ ശാസ്ത്രജ്ഞനോട് പറഞ്ഞു, സാറ് നിങ്ങൾ ആ യുദ്ധം ജയിച്ചെന്നത് എന്തോ വേണം? എന്നെപ്പോലുള്ള ഉപദേശിമാരാണ് ജസ്റ്റിൻ കുമാർ പാസ്റ്റർ. ഞാൻ പറഞ്ഞ അമേരിക്കയ്ക്ക് വിസയും 40 സഭയും വേണമെന്ന്. സ്വോത്രം. പക്ഷേ ആ പുള്ളിക്കാരൻ പറഞ്ഞില്ല. എന്താ പറഞ്ഞത്? ചിയാം വൈസ്മാൻ പറഞ്ഞു, സാറേ ഇന്ത്യ മുതൽ നൈജീരിയ വരെ ഞങ്ങൾ ചിതറിക്കിടക്കാം, ഞങ്ങളെ ഒന്ന് മടക്കിക്കൊണ്ടുവരണം. കരമുയർത്തുന്നവർക്കായി ഇതാ വചനത്തിന്റെ പ്രസംഗം. അന്ന് പുറപ്പെടുവിച്ചതാ ഇവിടുത്തെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലും അത് കഴിഞ്ഞ് നെയ്യാറ്റിൻകര ധനുപച്ചപുരം കോളേജിലും പഠിച്ചവർക്കറിയാം. ആ നവംബർ, ഈ ഇതുപോലൊരു നവംബർ 19
1917 നവംബർ മാസം 11-ാം തീയതി ഒരു കുഞ്ഞു വെടി പോലും വെക്കാതെ ബ്രിട്ടന്റെ ഒട്ടോമൻ സാമ്രാജ്യത്തിനകത്ത് ഇസ്രയേൽ ആദ്യമായിട്ട് ചെടി വെച്ചു. അതിന്റെ അർത്ഥം നിങ്ങൾ ലൈഫ് മിഷൻ വീട് പണിയുന്നത് പോലെ അവർ മടങ്ങി വരാൻ തുടങ്ങി. ഗുരു, അതെപ്പോൾ സംഭവിക്കും? കരമുയർത്തുന്നവർക്കായി നിന്റെ വരവിന്, ലോകത്തിന്റെ അവസാനത്തിന് മാറ്റായോ? അത്തിയെ നോക്കി ഒരു പഠിപ്പീൻ. ഇസ്രയേല് ജനങ്ങൾ തുർക്കിയിലെ രാജാവിനോട് പറഞ്ഞ, സാറേ ഞങ്ങളുടെ ദേശം തരണം. അന്ന് ഒട്ടോമൻ സാമ്രാജ്യം പറഞ്ഞു, ജസ്റ്റിൻ കുമാർ നോട്ട് ചെയ്താട്ടെ മാസ്റ്ററെ, അന്ന് ഈ ഒട്ടോമന്റെ ചക്രവർത്തി പറഞ്ഞ, നൈൽ നദിയിലെ വെള്ളം മോട്ടർ വെച്ച് പമ്പ് ചെയ്ത് കയറ്റിയാലും ഞാൻ നിങ്ങൾക്ക് രാജ്യം തരാത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാര്? കരമുയർത്തുന്നവർക്കായി ഒരു വെടിയും വെക്കാതെ മടങ്ങി വന്നു, അത്തിച്ചെടി തളർത്തു. ഇതാ കാന്തന്റെ വരവ്. 917 3 സംഭവം നടന്നു. 1, ഒരു മഹാമാരി ഇവിടെ വന്നു, അതിന്റെ പേരാ സ്പാനിഷ് ഫ്ലൂ. 2, ഇസ്രയേലാകുന്ന അത്തിച്ചെടി. 3, അന്ന് ആദ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം, അഥവാ റഷ്യയിലെ സാർ ചക്രവർത്തിമാരെ വെട്ടിക്കൊണ്ടിരിക്കൊണ്ട് കമ്മ്യൂണിസ്റ്റ് ഭരണം ഇവിടെ വന്നു. ഇന്ന് രാത്രി ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവിനും ലോകത്തിന്റെ അവസാനത്തിന്. രാജ്യം കിട്ടിയില്ല, അത്തിച്ചെടി കുഴിച്ചു വെച്ചു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ. അതിൻ്റെ കൊമ്പിളതായി ഇല തളർക്കുമ്പോൾ യഹൂദൻ്റെ ഒന്നാമത്തെ മടങ്ങി വരവ്. ഒരു വാക്യം കൂടെ വായിച്ച് ഇന്ന് രാത്രി അവസാനിപ്പിക്കാം. 1910. ചെറുപ്പക്കാരെല്ലാം കേൾക്കണം, നല്ല പ്രാസംഗികർ ഇവിടെ ഉണ്ടാകണം. സുവിശേഷത്തിൽ നിന്ന് പ്രാസംഗികരെ കിട്ടാൻ നെറ്റോട്ട് ഓടുക. എല്ലാം കപടവാദികളായിരിക്കുക. സ്വോത്രം രക്ഷയുടെ സുവിശേഷം പറഞ്ഞ സുവിശേഷങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുക. ഇതുകൊണ്ട് നിലമാമൂട്ടിൽ തോലടിയിൽ നല്ല വചനം പ്രസംഗിക്കുന്ന ചെറുപ്പക്കാരികളും എഴുന്നേക്കണം. കര ഉയരുന്നില്ലല്ലോ. സ്വോത്രം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയ സുവിശേഷ പ്രസംഗം. സ്വോത്രം. അടുത്ത് കേട്ടോണം, ഇത് കേൾക്ക്, മനസ്സിലാക്ക്. 1910 മാരാമൺ കൺവെൻഷൻ. അവിടെ ഒരു ഇംഗ്ലീഷുകാരൻ പ്രസംഗിക്കാമെന്ന് ജോൺ ടി വാക്കർ. അദ്ദേഹം മാരാമൺ മണപ്പുറത്ത് പറഞ്ഞു, യഹൂദൻ മടങ്ങി വരും. നാട്ടുകാർ പറഞ്ഞു, ഈ ഇംഗ്ലീഷുകാരനെ തലയ്ക്ക് ലെവലാന്ന്. സ്വോത്രം. അദ്ദേഹം വായിച്ചൊരു വാക്യമുണ്ട്, അതുകൂടെ പറഞ്ഞ് ഇന്ന് നിർത്താൻ, ബാക്കി നാളെ. എസെക്കിയേൽ പ്രവചനം 11:17. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും വന്നു പോയിക്കട്ടെ. ജോൺ ടി വാക്കർ മാരാമൺ മർത്തോമയുടെ കൺവെൻഷനിൽ പ്രസംഗിച്ച് ഇന്നും ചരിത്രത്തിൽ കിടപ്പുണ്ട്. ഇംഗ്ലീഷുകാരൻ പറഞ്ഞു അവർ മടങ്ങി വരും. വായിച്ചാട്ട് കുഞ്ഞ്, എസെക്കിയേൽ 11:17 വായിച്ചാട്ടെ. ആകയാൽ നീ പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ നിങ്ങളെ ജാതികളിൽ നിന്ന് ശേഖരിച്ച്, കൊച്ചി മട്ടാഞ്ചേരിയിൽ നിന്ന് നൈജീരിയയിൽ നിന്ന് ശേഖരിച്ച്, നിങ്ങൾ ചിതറിപ്പോയിരിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് കൂട്ടിച്ചേർത്ത്, ശേഖരിച്ച് ഇസ്രായേൽ ദേശം നിങ്ങൾക്ക് തരും. കരമുയർത്തുന്നവർക്കായി ഒന്നാം ലോകമഹായുദ്ധം. ഇതാ 1910 ജോൺ ടി വാക്കർ പറഞ്ഞ അത്തിച്ചെടി കുഴിച്ചു വെച്ചു. അങ്ങനെയെങ്കിൽ അത്തിയെ പറ്റി ഒരു ഉപമ പഠിപ്പി. അതിന്റെ കൊമ്പിളതായെങ്കിൽ വേനലെടുത്തു. വരാൻ പോകുന്നു ഇസ്രയേൽ ഹമാസ്, ഇസ്രയേൽ സിറിയ, ഇസ്രയേൽ ലെബനോൻ, ഇസ്രയേൽ യമൻ, ഇസ്രയേൽ തുർക്കി, ഇസ്രയേൽ ഇനി അടിക്കാൻ പോകുന്ന ഉസ്ബക്കിനെ അടിക്കാൻ പോവുക. ദുബായിൽ ഒരു യഹൂദന് പച്ചയ്ക്ക് കൊണ്ടുപോയി കഴുത്തറുത്ത് കൊന്നെങ്കിൽ നമ്മുടെ ബൈബിളിന്റെ പ്രവചനം നിവർത്തിയായി. അച്ചായ അപ്പുറത്ത് റഷ്യ 23 മാസമായിട്ട് ഈ വഴിത്താരയിൽ ഞാൻ ഉക്രൈൻ റഷ്യ പ്രസംഗിച്ച് തളർന്നു. അതുകൊണ്ട് പറയാം, ഇന്ന് രാത്രി 23 മാസമായിട്ട് അടി നടക്കുമ്പോൾ നമ്മുടെ ബൈബിൾ പ്രവചനം നിവർത്തിയായി. യുദ്ധങ്ങളെ കുറിച്ച്, യുദ്ധശ്രുതികളെയും കുറിച്ച് നിങ്ങൾ കേൾക്ക്. ചഞ്ചലപ്പെട്ടു പോകരുത്, അത് സംഭവിപ്പാനുള്ളത് തന്നെ. ജാതി ജാതിയോടും എതിർക്കും, രാജ്യം രാജ്യത്തോടും എതിർക്കും. ക്ഷാമവും ഭൂകമ്പവും ഈറ്റുനോവിന്റെ ആരംഭം. എന്നാൽ ഒരു അന്തിമ യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്റെ മക്കളുടെ പ്രത്യാശ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൽ മറച്ച് കാക്കുന്നത് പോലെ തന്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കാൻ യേശു മടങ്ങി വരും. ഇന്ന് രാത്രി തോലടിയേ, കാലം സമീപ, ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ, ഇനി നാളുകൾ അധികയില്ല. സ്വോത്രം. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ഇടുക്കുവാതിലൂടെ കടക്കുന്നവൻ ഭാഗ്യവാൻ. ക്രിസ്തീയ ജീവിതം കഷ്ടത്തിന്റെ, കണ്ണുനീരിന്റെ, കയ്പ് കാടിയുടെയും വാതില. അതിലൂടെ കടന്ന നിത്യജീവനെ കണ്ടെത്തു. എന്നാൽ ഇന്ന് രാത്രി തോലടിയിൽ വീട്ടിൽ യാരിക്കുന്നത്, അയ്യാ തായെ തകർപ്പരെ തമ്പി തങ്കച്ചി, ഇന്നത്തെ നാശത്തുക്ക് വാതിൽ. കഞ്ചും കള്ളും കുടിച്ച് കഞ്ചാവ് അടിച്ച് നീ ടെലിവിഷനും കണ്ടുകൊണ്ടിരി, വരാനിരിക്കുന്ന ന്യായവിധിക്കകത്ത് നീ പോകും. എന്നാൽ ഇന്ന് രാത്രി സന്ദേശം കേട്ടിട്ട് ലോക സംഭവങ്ങൾ മുഴുവൻ, ഇന്റർനെറ്റിന്റെ അതിപ്രസരം, ലെബനോനിൽ പേജർ സ്ഫോടനം, ദുബായിലെ യഹൂദന്റെ കഴുത്തറത്തു, ലോക രാജ്യങ്ങളെല്ലാം വലിയ പ്രശ്നത്തിൽ. ട്രംപ് ദാ വീണ്ടും ഭരണത്തിൽ വന്നിരിക്കുന്നു. യഹൂദന്റെ ആലയവും പിന്നെ പണിയാൻ പോകുന്നെങ്കിൽ അന്തിമ ദിനത്തിന്റെ നാളുകൾ ഇവിടെ എത്തിക്കഴിഞ്ഞു. അതിനു മുമ്പ് ഞങ്ങളുടെ നാഥൻ സ്വർഗാരോഹണം ചെയ്തപ്പോൾ ശിഷ്യന്മാർ അവിടെ കാത്തു നിന്നപ്പോൾ 2 ദൂതന്മാർ വന്ന് പറഞ്ഞു, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ
ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയതുപോലെ മടങ്ങി വരും. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ വരാൻ പോകുന്ന 3-4 ലോകമകായിത്ത. അതിനു മുമ്പ് കാന്തന്റെ കാഹളം കേൾക്കാൻ ഷാർപ്പിട്ടായി. ഒരു കാര്യം കൂടെ പറയാം, ഇടുക്ക് വാതിലും നിത്യജീവനിലേക്കുള്ള വാതിലും. ഇവിടെ തോലടിയിൽ അരുമயான ഒരു വീട്. എല്ലാവരും കേട്ടാട്ടെ, ഇതുകൂടെ പറഞ്ഞു നിർത്താം. ഇത് പറഞ്ഞില്ല പിന്നെ സൂക്ഷിച്ചിട്ട് പ്രസംഗം എന്തോ. അവിടെ നമ്മുടെ തോലടിയിൽ നാടൻ ഭാഷ ശമേല ചാനൽ റോസമാമൻ അങ്ങനെ എഴുതിക്കോ, തുണ്ടെഴുതിക്കോ, പിള്ളേർക്ക് പറ്റിയ കഥയാണ്. സ്വോത്രം. 2 മക്കളുണ്ടായിരുന്നു. മൂത്തവൻ നല്ല മോനായിരുന്നു, ഇളവന് പേരിട്ട കൊച്ചുമോൻ എന്നാ നല്ല അരുമயான പേര് കൊച്ചുമോൻ. കൊച്ചുമോന് ഈ കളിക്കാവുള്ള മാർത്താണ്ഡത്ത് കുറേ കമ്പനികളുണ്ടായിരുന്നു. കൊച്ചുമോനോട് അവർ പറഞ്ഞു, നീ തോലടി നിൽക്കണ്ട, നീ മാർത്താണ്ഡത്ത് പോലെ അരുമயான ബിസിനസ് ഇരിക്കുന്നത്, വട്ടി ഇരിക്കുന്നത്. സ്വോത്രം. അവൻ അല്ലേ തന്നെ ഇച്ചിരി ദൂർത്തപുത്രനായിരുന്നു. സ്വോത്രം. ആ ദൂർത്തിനെ നോക്കിയാൽ ഞങ്ങളുടെ ഉപദേശിമാരെ അവൻ കുടിയൻ, കൊള്ളരുതാത്തവൻ, മുടിയൻ, അങ്ങനെ ഒന്നും ബൈബിളിൽ പറഞ്ഞിട്ടില്ല. അവൻ ദൂർത്തപുത്രനായിരുന്നു. സ്വോത്രം. അവൻ തോലടിന്ന് കുന്നത്തുകാർ സബരേഷ് സ്റ്റാർ ഓഫീസിൽ നിന്ന് തോമാച്ചാനെ ശമൂലമ്മയുടെയും എല്ലാ ഓഹരിയും മേടിച്ച് ഗുഡ് ബൈ നീങ്ങിപ്പോയി എൻ്റെ ഭാരങ്ങൾ. അവൻ നേരെ ഇവിടെ പോയി മാർത്താണ്ഡത്ത് പോയി. സ്വോത്രം. മാർത്താണ്ഡത്തുനിന്ന് കരിങ്കല്ല് പോകുന്നിടത്ത് ഇച്ചിരി സ്ഥലവും കിട്ടി. ഇവൻ വട്ടിക്കും കൊടുത്ത് കാര്യങ്ങളെല്ലാം ശരിയാക്കി. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു സംഭവം നടന്നു. ഇവൻ്റെ വട്ടിപ്പലിശ എല്ലാം ആൾക്കാർ അടിച്ചുകൊണ്ടുപോയി, കാശില്ല. പിന്നെ ഇടയ്ക്ക് അവൻ റമ്മി കളിക്കാൻ പോയി, കാശും പോയി. ഈ പുരാടത്തിൻ്റെ പ്രമാണം വിറ്റാണ് റമ്മി കളിച്ചത്. സ്വോത്രം. അങ്ങനെ ഇരുന്നപ്പോൾ കോവിഡും വന്നു. പിന്നെ വല്ല രക്ഷയുണ്ടോ? സ്വോത്രം. എല്ലാവരും മനസ്സിലാക്കിക്കോ, ഒരു രക്ഷയില്ല. അവൻ്റെ കൂട്ടുകാർ പറഞ്ഞു, ഇനി കുന്നത്തുകാലി ചെന്നാ നിൻ്റെ അപ്പൻ നിന്നെ കേട്ടത്തില്ല, அதுக்கு தான் இருக்குது. இங்கே கரங்கல் வந்து அருமையான ஒரு கவுண்டர் வந்திருக்குது. அவர் தான் நல்ல ஒரு பன்னிக்கூட்டத்தின் ஃபார்ம் ஒருக்கி இருக்குது. நீ அங்கே போய் பன்னியை மேய்ச்சா அருமையான சப்பாத்தி கிடக்குது, மசாலா தோசை கிடக்குது. കുടിയം വിചാരിച്ച് വീട്ടിൽ വരുന്നതിലും നല്ല തമിഴ്നാട്ടുകാരനോട് പോയി നല്ല മസാലയും കഴിക്കാന്ന്. അവർ നേരെ അവനെ എവിടെ കൊണ്ടുപോയി? തമിഴ്നാട്ടുകാരൻ അയ്യാ എടുത്തുകൊണ്ട്. അയ്യാ എടുത്ത് പറഞ്ഞ അരുമயான വാലിബൻ இந்த പന്നിയെല്ലാം മേയ്ക്കുന്നത്, തണ്ണിയെല്ലാം കൊടുക്കുന്നത്. സ്വോത്രം. ഉടനെ പറഞ്ഞ്, நான் பார்த்திருந்த வாலிபன் வந்திருக்கிறது. അവൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് നല്ല ചപ്പാത്തി ദോശ എല്ലാം കൊണ്ട് തരാന്ന്. പോയത് എല്ലാവരും കേൾക്കണേ, ഒരു ഉടുപ്പും ഒരു മുണ്ട് മാത്രമായിട്ടാണ് പോയത്. ആദ്യം 2-3 മാസം തമിഴ്നാട് അണ്ണ കൃത്യമായിട്ട് അവന് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കുമായിരുന്നു. അണ്ണ കൗണ്ടർക്ക് പിടികിട്ടി, ഇവ ഇനി എങ്ങും പോകത്തില്ല. സ്വോത്രം. നമ്മൾ പള്ളിക്ക് താബൂക്ക് കിട്ടുന്ന പോലെ 4 വരിയും കൂടെ കെട്ടി. സ്വോത്രം. പിന്നെ ഈ പുള്ളിക്കാരൻ വല്ലപ്പോഴേ വരൂ. വല്ലപ്പോഴും വരുമ്പോൾ ചോദിക്കുക, അയ്യാ പസിക്കരുത് സാപ്പാട് വല്ലതും കിടക്കുക. അപ്പോൾ അയ്യാ പറഞ്ഞു, ഇങ്ക വാളവരെ ഇരിക്കുന്നത്, പുളിയരി ഇരിക്കുന്നത്, ഓക്കെ കാലിത്തീറ്റ ഇരിക്കുന്നത്. ഇന്ന് തോലടി കൺവെൻഷൻ കേൾക്കുന്ന ചെറുപ്പക്കാരനോട് പറയുന്നത്, അപ്പൻ്റെ വിട്ട് പോയാൽ നീ തിന്നാൻ പോകുന്നത് പുളിയരി, ഓക്കെ കാലിത്തീറ്റ, കരമുയർത്തുന്ന പറക്കാം. സ്വോത്രം. അപ്പൻ്റെ വീട് വിട്ടു പോകുന്ന സകല ധൂർത്തപുത്രന്മാരും ഇതാ ചാപ്പിടാൻ പോകുന്നത്. സ്വോത്രം. ഇപ്പോൾ 9 മാസം കൂടെ കഴിഞ്ഞ് പന്നിയുടെ കൂട്ടത്തിൽ കിടക്കുക. ഒരു ഉടുപ്പ് ഒരു മുണ്ടും കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് കഴിവും. അപ്പോഴാ അന്ത നാൾക്കളിൽ റെഡ്ബി മീഡിയ കൊടുത്തോല് ഒരു അനൗൺസ്മെന്റ്. TPM-കാർ ഇവിടെ ഉണ്ടല്ലോ, കാലായിലും ചെമ്പൂരും വെള്ളറയുള്ള അവരൊരു അനൗൺസ്മെന്റ്. അയ്യാ, உலகத்தின் முடிவும் கடைசி கால செய்திகள், இந்த நாட்களிலே உலகம் முடிவாராய், கர்த்தன் மகிமை வராராய். സ്വോത്രം. അപ്പം നമ്മുടെ തോലടിയിലും വെള്ളറുടെയൊക്കെ ഇവൻ വന്ന് പ്രസംഗം കേട്ടിട്ടുണ്ട് കേട്ടോ. കൺവെൻഷൻ ഗ്രൗണ്ടിൽ വന്നിട്ടില്ല. ഇവന് പിടികിട്ടി എന്തോ തീരാറായി. സ്വോത്രം. ഇപ്പം ഇവൻ്റെ മൊബൈലും വാട്സപ്പും ഇല്ല. അപ്പം അവൻ പണ്ട് പ്രസംഗം കേട്ടോണ്ട് ആ ഓർമ്മ വന്നു. അതിൻ്റെ പേരാ സുബോധം. അവിടെ അച്ഛനും ചെന്നില്ല, പാസ്റ്ററിനും ചെന്നില്ല, പട്ടക്കാരനും ചെന്നില്ല. ശരീരത്തിനകത്ത് പാപം പെരുകിയപ്പോഴും വചനമകത്ത് കടന്നവൻ സുബോധം വന്നപ്പോൾ അവൻ കരമുയർത്തി. ഇതിൻ്റെ പേരാ മാനസാന്തരം. കരമുയർത്തുന്നവർക്ക് ഇതിനെയാ ഞങ്ങൾ വിളിക്കുന്നത്. പാപത്തിൻ്റെ വഴിയിൽ നിന്ന് വണ്ടി മാറിക്കയറണം. വചനം കേട്ടവൻ ഇന്ന് രാത്രി അവരാരോടും പറഞ്ഞില്ല, അപ്പനോടും പറഞ്ഞില്ല. സ്വോത്രം. അപ്പം അവൻ ഒരു വർഷമായിട്ട് പന്നിയുടെ കൂടെ നിൽക്കുകയില്ല. ഇപ്പം ബ്രദർ സിസ്റ്റർ ഒന്നും അല്ലല്ലോ നമ്മുടെ വിളി. ഗായ്സ്, മനസ്സിലാക്കുന്നവർക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. ഒരു സുപ്രഭാതത്തിൽ പന്നിക്കെല്ലാം ഗായ്സ് ഐ ആം ട്രാവലിംഗ്. ഒറ്റ ചാട്ടം മതിലിയാടി. 1-ാം ദിവസം കറങ്കലിൽ നിന്ന് ചാടി എവിടെ വന്നു? മാർത്താണ്ഡത്ത് വന്നു, അവിടെ കടന്നു. 2-ാം ദിവസം അവൻ കുഴിത്തറ വന്നു. സ്വോത്രം. അവിടെ കടന്നു. 3-ാം ദിവസം പാറശാല നമ്മുടെ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ വന്നപ്പോൾ തോലടിയിലെ ശമേലച്ചാൻ്റെയും റോസമാമയും പരിചയമുള്ള അച്ഛ അതിലേ പോയി. നീ കൊച്ചുവനല്ലയോ എന്ന് ചോദിച്ചു.
ഞാൻ കൊച്ചുപോലെ ഇപ്പം ഈക്കിൽ പോലെ ഇരിക്കുക. സ്വോത്രം. നീ എവിടെ നിന്ന് വരുന്നത്? അച്ചായ കഥയൊന്നും പറയണ്ടേ, വളരെ വിഷമത്തിലാണ്. ഉടനെ ഒരു പരിപ്പോടെയും ചായയും വാങ്ങിച്ചു കൊടുത്തു. സ്വോത്രം. 4:45 മണിയായിരുന്നു തട്ടുകടയിൽ നിന്ന്. ഇത് കുടിച്ചപ്പോൾ ഞങ്ങൾ ഈ ഇടയ്ക്ക് ചായ കുടിക്കുന്നവരൊരു ആവേശമായി. കൊച്ചുവൻ ഹൈഫാസ് ഡി കൊടവിളാകം, അത് കഴിഞ്ഞിട്ട് കന്നുമാമൂട്, തോലടി, കാരക്കോണം. നിങ്ങൾ ചൊവ്വായിന്ന് വന്നവരാ, സ്ഥലം അറിയത്തില്ല. സ്വോത്രം. കണ്ട കൊടവിളാകം, നെടുവാൻവിള, നേരെ കന്നുമാമൂട് വഴി തോലടി. ഇപ്പം നമ്മുടെ വീട്ടിലെല്ലാം CCTV അല്ലയോ? നോക്കിയപ്പോൾ 2 TV ലെഫ്റ്റ് റൈറ്റ് ആയിട്ട് ഇരിക്കുന്നു. അമ്മാമ്മ രാവിലെ ശമുവേലച്ചാൻ സിറ്റ് ഔട്ടിൽ ഇരുന്ന് മനോരമ വായിക്കുക, ചാരുകസേര്. അമ്മാമ്മ രാവിലെ എന്ത് നല്ല ബ്രൂ കോഫി ആയിട്ട് വന്നപ്പോൾ LED-ക്കകത്ത് പവർ വിഷൻ മാറി കാണുന്ന കൊച്ചുവൻ ദാ വേച്ചു വരുന്നു. സ്വോത്രം. അമ്മാമ്മ അച്ചായനോട് പറഞ്ഞു, എൻ്റെ അച്ചായ ആ മുടിയം കൊച്ചുവൻ പിന്നെയും വരുന്നു. സ്വോത്രം. ദൂരെ നമ്മുടെ ക്യാമറ കാണുന്നു, പെട്ടെന്ന് വാഗണറെട്, നമുക്ക് കുരിശുമലയിലൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം, ഇവ അങ്ങ് സ്ഥലം വിടുമെന്ന്. സ്വോത്രം. അതാണ് ഈ തോലടിയിലെ ശമുവേൽ അച്ചായനും റോസമാമയും ചെയ്യുന്നത്. എന്നാൽ മടങ്ങി വരുന്നവനെ കണ്ടിട്ട് കാറെടുത്ത് സ്ഥലം വിടുന്ന ഒരപ്പനെ അല്ല ഇന്ന് രാത്രി ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. മടങ്ങി വരുന്നവനെ കണ്ട് വീടിൻ്റെ വാതിലുകൾ തുറന്നു കൊടുക്കുക. ഇന്ന് രാത്രി ഒരപ്പൻ മധ്യാകാശത്തിലുണ്ട്. അവൻ്റെ പേരാ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഇന്ന് രാത്രി തോലടി സഹോദര, മടങ്ങി വരുന്ന ചെറുപ്പക്കാരനെ കണ്ടിട്ട് നിറം നോക്കാതെ, ഗുണം നോക്കാതെ, ഇതാ എൻ്റെ പ്രസംഗം, കർത്താവിൻ്റെ വരവല്ല. 1 വർഷമായി പന്നിയുടെ കൂട്ടത്തിൽ അവൻ്റെ ഉടുപ്പിനകത്ത് ചാണക, പന്നിയുടെ മൂത്രമാ അവൻ്റെ ഉടുപ്പിനകത്ത്. നിറം നോക്കാതെ, മണം നോക്കാതെ, ഗുണം നോക്കാതെ, നിന്റെ പണം നോക്കാതെ, നിന്റെ പാരമ്പര്യം നോക്കാതെ, നിന്നെ മാറോട് ചേർക്കുന്ന ഒരപ്പച്ചനെ 2025 നവംബർ മാസം 25-ാം തീയതി തോലടിയിൽ ഞങ്ങൾ ഉയർത്തുന്നു. അവൻ്റെ പേരത്രേ ഉയർത്തെഴുന്നേറ്റോ യേശു ക്രിസ്തു. വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി താങ്കൾ ഒരു മദ്യപാനിയാണോ? ജീവിതം തകർന്ന വ്യക്തിയാണോ? സന്ദേശം അവസാനിക്കാറാകുന്നു. കടന്നു വാ. ഇന്ന് രാത്രി സ്വർഗസന്നിധി തനിക്ക് വേണ്ടി ഒരുങ്ങുന്നു. മുടിയംപുത്രം മടങ്ങി വന്നപ്പോൾ അപ്പൻ കെട്ടിപ്പിടിച്ചു, പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ നീ എൻ്റെ വീട് വിട്ടു പോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങിയതാ. നിനക്കിടാനൊരു വസ്ത്രമുണ്ട്, നിന്റെ കാലയിലിടാൻ ഞാൻ ചെരുപ്പം വെച്ചിട്ടുണ്ട്, തട്ടാൻ തങ്കപ്പനെ കൊണ്ടൊരു മോതിരം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വോത്ര. നിറം നോക്കാതെ അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതാ മാനസാന്തരവും. അവൻ പറഞ്ഞു, അപ്പാ നിന്നോട് സ്വർഗത്തോട് ഞാൻ പാപം ചെയ്തു. എനിക്ക് AC മുറിയും വേണ്ട, TV വേണ്ട, നമ്മുടെ ഒട്ടുപാൽ പുടക്കുന്ന മുറിയിൽ ഒരു പായ്ക്കകത്ത് ഞാൻ കിടക്കാം. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി മടങ്ങി വരുന്നവനെ പുരയ്ക്ക് പുറത്ത് കിടത്തുന്നവനെ അല്ല ഇന്ന് രാത്രി ഞങ്ങൾ ഉയർത്തുന്നത്. അവനെ പുരയ്ക്കകത്ത് കൊണ്ടുപോകുന്ന മണവാളൻ ക്രിസ്തുവിനെ ഇന്ന് രാത്രി ഉയർത്തുന്നത്. ഇത് കേട്ടെങ്കിലും ഇന്ന് രാത്രി ആർക്കും മടങ്ങി വരാം. ഓൺലൈൻ പുണ്യസ്ഥലങ്ങൾ തേടേണ്ട, സ്വത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട, പാപത്തിൻ്റെ പങ്കിലമായ ജീവിതത്തിൽ തന്നെ കരം പിടിച്ച് നടത്തുവാൻ കാൽവറിയിൽ പരമയാഗമായ യേശുവിൻ്റെ രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമെന്ന് കരമുയർത്തുന്നവരെ അപ്പൻ്റെ വീട്ടിലേക്ക് ചേർക്കുവാൻ എൻ്റെ നാഥൻ മടങ്ങി വരാറായി. തീർന്നില്ല. അവൻ്റെ പഴയ ഡ്രസ്സോടുകൂടി അകത്ത് കൊണ്ടുപോയില്ല. അപ്പം പറഞ്ഞൊരു കാര്യമുണ്ട്, അവനെ ധരിപ്പിക്കുവാൻ ഒരു മഹിമയുടെ വസ്ത്രം, വിശേഷ വസ്ത്രം. അവസാനിപ്പിക്കുന്നു. ഒന്നാമത്തെ യാദം ഏദന്റെ പൂങ്കാവിനത്തിനകത്ത് രക്ഷയുടെ വസ്ത്രം നഷ്ടപ്പെടുത്തിയപ്പോൾ ഒടുക്കലത്തെ യാദം കാൽവറിയുടെ കൊലക്കളത്തിൽ തൻ്റെ ദേഹമാകുന്ന തിരശീല നമുക്ക് വേണ്ടി ചീന്തി കരം ഉയർത്തുന്നവർക്കായി അവൻ്റെ രക്തത്താൽ നമ്മളെ കഴിയെങ്കിൽ ആ രക്ഷയുടെ വസ്ത്രമുള്ളവനെ മണിയറയിൽ കൊണ്ടുപോകാൻ എൻ്റെ നാഥൻ വരാറായി. കരമുയർത്തുന്നവർക്കായി കുഞ്ഞാടിൻ കല്യാണവും വന്നു. തൻ്റെ കാന്തയും തന്നെ താൻ വിശുദ്ധീകരിക്കട്ടെ. എത്ര പ്രസംഗം വഴിത്താരെ ആയിരങ്ങൾ കേട്ടത്. എൻ്റെ സഹോദരൻ സ്റ്റാൻലി പറഞ്ഞ ഞങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഇന്ന് രാത്രി കിടന്നുറങ്ങിയാൽ നാളെ എഴുന്നേൽക്കുമെന്ന് ആർക്കുറപ്പുണ്ട്? ഇന്ന് രാത്രി കിടന്നുറങ്ങിയാൽ നാളെ എഴുന്നേൽക്കുമെന്ന് ചങ്കുറപ്പുള്ള ആരുണ്ട്? 40 വയസ്സുള്ള ചെറുപ്പക്കാരാ വാക്സിൻ്റെ മറവിൽ ഇവിടെ തീരുന്നത്. എനിക്ക് പോലും അറിയത്തില്ല. ഞങ്ങളോടൊപ്പം പാട്ടുപാടിയവർ, പ്രാർത്ഥിച്ചവർ, ഈ കുഞ്ഞുങ്ങൾക്കറിയാം, പാട്ടുപാടിയവർ, സ്റ്റേജിൽ പ്രാർത്ഥിച്ചവർ, കൂടെയുള്ളവർ പലരും ഇന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി. കുഞ്ഞെ, ഇന്ന് രാത്രി മരിച്ചാൽ നിന്റെ നിത്യത എവിടെ? അച്ചായോ, മാമേ, വീട്ടിലിരിക്കുന്ന ചെറുപ്പക്കാരാ, വഴിത്തരിവിലിരിക്കുന്ന ചേട്ടാ, ഈ ഗ്രൗണ്ടിൽ വരണ്ട. രാത്രി നെഞ്ചത്ത് കൈവച്ച് എൻ്റെ പാപത്തിൻ്റെ